സ്വന്തം രാജ്യത്തായാലും വിദേശ രാജ്യത്തായാലും ആ നാട്ടിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. സ്വന്തം നാട്ടിലെ നിയമങ്ങൾ പലർക്കും ഏറെക്കുറെ അറിയാമെങ്കിലും വിദേശ രാജ്യങ്ങളിലെ കാര്യം അങ്ങനെ ആയിരിക്കണമെന്നില്ല. UAE അടക്കമുള്ള പല രാജ്യങ്ങളും പുതുതായി നിരവധി നിയമങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ദുബായ് ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട്. ദുബായ് എമിറേറ്റിന്റെയും ദുബായ് സർക്കാരിന്റെയും ചിഹ്നങ്ങളോ ലോഗോകളോ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിയമമാണ് ഭരണാധികാരികൾ കൊണ്ടുവരാൻ പോകുന്നത്. നിയമം ലംഘിച്ചാൽ 5 വർഷം വരെ തടവോ 1 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന തരത്തിലായിരിക്കും നിയമ നിർമ്മാണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോഗോയെ ഏതെങ്കിലും വിധത്തിൽ മോശമായി ചിത്രീകരിക്കാൻ പാടില്ലെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നത്. ലോഗോയെ വളച്ചൊടിക്കുന്നതോ അതിന്റെ മൂല്യത്തെയോ പദവിയെയോ ബാധിക്കുന്നതോ ആയ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുന്നതും പുതിയ നിയമം മൂലം നിരോധിക്കുന്നുണ്ട്. ദുബായ് എമിറേറ്റിന്റെ മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമായതോ പൊതുക്രമത്തിനും ധാർമ്മികതയ്ക്കും വിരുദ്ധമായതോ ആയ ഏതെങ്കിലും പ്രവർത്തനത്തിലോ പരിപാടിയിലോ ചിഹ്നം ഉപയോഗിക്കാനും പാടില്ല. ദുബായ് എമിറേറ്റ് ലോഗോ പ്രത്യേക അനുമതിയോടെ മാത്രമായിരിക്കും സ്ഥാപനങ്ങളിലും പരിപാടികളിലും ഉപയോഗിക്കാൻ സാധിക്കുക. അതേസമയം ദുബായ് ഗവൺമെന്റിന്റെയും സർക്കാർ ഏജൻസികളുടെയും കെട്ടിടങ്ങൾ, പരിപാടികൾ, പ്രവർത്തനങ്ങൾ, രേഖകൾ, സൈറ്റുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ സർക്കാരിന്റെ ലോഗോ ഉപയോഗിക്കാം. അതേസമയം വിസ നിയമ ലംഘകർക്കെതിരായ നടപടിയും UAE ശക്തമാക്കി വരികയാണ്. പൊതുമാപ്പ് കാലയളവിന് ശേഷം നടത്തിയ പരിശോധനയിൽ 6000-ഓളം ആളുകളെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. ഇവരെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും താമസ കുടിയേറ്റ വകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ടുവേർഡ്സ് എ സേഫർ സൊസൈറ്റി എന്ന പേരിൽ 270 പരിശോധന ക്യാമ്പയിനുകളാണ് പൊതുമാപ്പ് കാലയളവിന് ശേഷം നടത്തിയിരിക്കുന്നത്. പിടികൂടിയ 6000 നിയമലംഘകരിൽ 93% ആളുകളെയും നാടുകടത്താനാണ് നീക്കം. വരും ദിവസങ്ങളിലും പരിശോധന ക്യാമ്പയിനുകൾ തുടരുമെന്നും ഇത്തരം ലംഘനങ്ങളെയോ നിയമലംഘകരെയോ നിസാരമായി കാണരുതെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയീദ് അൽ ഖൈലി പറയുന്നുണ്ട്.